സഹോദരങ്ങളെ, കളവ് സൂക്ഷിക്കണം. കളവ് പറയാൻ പാടില്ല. കച്ചവടത്തിൽ കളവ് പറയും. കച്ചവടത്തിൽ നമ്മൾ കച്ചവടക്കാർക്ക് പ്രത്യേകം ശ്രദ്ധിക്കണം. കച്ചവടം എന്ന് പറഞ്ഞാൽ എങ്ങനെയെങ്കിലുമൊക്കെ പോയിട്ടുണ്ട് കച്ചവടം ചെയ്ത് വെച്ചിട്ട് എന്റെ പൊന്നു സഹോദരങ്ങൾ, എങ്ങൾ കച്ചവടം ചെയ്ത് ഇതൊക്കെ ആഖിർ എന്തിനാ കച്ചവടം, എന്തിനാ നമ്മൾ സമ്പാദിക്കുന്നത്? ഹദീസ് കേട്ടോ, നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, മൻ തലബ ദുനിയ ഹലാലാ ഇസ്തിഅഫാഫൻ അനിൽ മസ്അലാ വസഅയൻ അലാ അഹ്ലിഹി വതഅത്തുഫൻ അലാ ജാരിഹി ജാഅ യൗമൽ ഖിയാമത്തി വവജ്ഹുഹു മിസ്ലുൽ ഖമരി ലൈലത്തൽ ബദർ ഔ കമാ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആദരവായ റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, ആരെങ്കിലും ഹലാലായത് സമ്പാദിച്ചാൽ എന്തിനാണ് അവന്റെ സമ്പാദ്യം? ഒന്ന്, ഇസ്തിഗ്ഫാഫൻ അനിൽ മസ്അല, മറ്റൊരാളുടെ മുന്നിൽ യാചിക്കാതിരിക്കാൻ. ഞാനോ തന്റെ ഭാര്യയോ തന്റെ മാതാപിതാക്കളോ തന്റെ സന്താനങ്ങളോ ഒരാളുടെ മുന്നിൽ പോയി ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി യാചിക്കരുതേ. ഒരാവശ്യത്തിന് മറ്റൊരാളുടെ മുന്നിൽ പോയി കൈനീട്ടരുതേ. അങ്ങനെ സ്വന്തം കൈനീട്ടുന്നതിൽ നിന്ന്, യാചനയിൽ നിന്ന് ഒഴിവാകുന്നതിന് വേണ്ടി ഒരാൾ സമ്പാദിച്ചാൽ തന്റെ കുടുംബിനിയെ സംരക്ഷിക്കാൻ, തന്റെ മക്കളെ സംരക്ഷിക്കാൻ, തന്റെ മാതാപിതാക്കളെ സംരക്ഷിക്കാൻ, തന്റെ കുടുംബത്തെ പോറ്റുന്നതിന് വേണ്ടി ഒരാൾ സമ്പാദിച്ചാൽ നമ്മുടെ സമ്പാദ്യം കൊണ്ട് നമ്മുടെ കുടുംബങ്ങൾ മാത്രമല്ല നന്നാവേണ്ടത്, നമ്മുടെ കുടുംബത്തിന് മാത്രമല്ല ഗുണമുണ്ടാവേണ്ടത്. അയൽപക്കത്തുള്ള നമ്മുടെ കുടുംബക്കാരല്ലാത്ത സുഹൃത്തുക്കൾ ഉണ്ടല്ലോ, അയൽപക്കക്കാരുണ്ടല്ലോ, ആ അയൽപക്കക്കാരെ കൂടി പരിഗണിച്ചുകൊണ്ടാണ് ഹലാലായത് നീ സമ്പാദിക്കുന്നതെങ്കിൽ ആദരവായ റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, ജാഅ യൗമൽ ഖിയാമത്തി വവജ്ഹുഹു മിസ്ലുൽ ഖമരി ലൈലത്തൽ ബദർ. ഖിയാമത്ത് നാളിൽ അവനെ കൊണ്ടുവരപ്പെടുന്നത്, അവൻ വരുന്നത് 14 രാവിലെ ചന്ദ്രനെ പോലെ പ്രകാശമാനമായ മുഖ സൗന്ദര്യത്തോടു കൂടിയാണ് ഇവൻ നാളെ മഹ്ശറിലേക്ക് കടന്നു വരിക. മറിച്ച് മൻ തലബ ദുനിയ ഹലാല മുഫാഖിറൻ ബിഹാ മുകാസിറ, അഹങ്കാരത്തിനും കിബർ പറയാനും പ്രൗഢിക്കും പെരുമയ്ക്കും വേണ്ടിയാണ് ഒരാൾ സമ്പാദിക്കുന്നതെങ്കിൽ ലഖിയല്ലാഹ തആല വഹുവ അലൈഹി ഗളബാൻ. നാളെ ആഖിറത്തിലെ ഖിയാമത്ത് നാളിൽ മഹ്ശറിന്റെ മൈതാനിയിൽ അല്ലാഹു ഇവനെ കണ്ടുമുട്ടുമ്പോ കോപാകുലനായ അവസ്ഥയിലായിരിക്കും പടച്ച റബ്ബ് ഇവനെ കാണുക എന്ന് നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ പറയുമ്പോ നമ്മുടെ സമ്പാദ്യം ഹലാലായിരിക്കണേ, ഹലാലായിരിക്കണേ. കളവ് പറഞ്ഞ് സമ്പാദിക്കരുതേ. അൽ ബയ്യാനി ബിൽ ഖിയാർ മാ ലം യതഫറഖാ ഫഇൻ സദഖാ വബയ്യനാ ബൂരിക ലഹുമാ بورك لهما في بيعهما وإن كتما وكذبا محقت بركة بيعهما أو كما قال رسول الله. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, കച്ചവടക്കാരെ നിങ്ങളുടെ കടയിലേക്ക് ഒരു സാധനം വാങ്ങാൻ വരുന്ന, നിന്റെ അരികിലേക്ക് നീ വിൽക്കാൻ വെച്ചിരിക്കുന്ന സാധനം മത്സ്യമാകട്ടെ, മാംസമാകട്ടെ, പച്ചക്കറിയാകട്ടെ, പഴവർഗ്ഗങ്ങളാകട്ടെ, ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളാകട്ടെ, എന്തുമാകട്ടെ, അത് വാങ്ങാൻ നിന്റെ അരികിലേക്ക് ഒരു കസ്റ്റമർ കടന്നു വന്നാൽ ആ സാധനത്തിന്റെ നിജസ്ഥിതി നീ അവനോട് തുറന്നു പറയണേ. രഹസ്യം ഒളിപ്പിച്ചു വെച്ച്, കളവ് ഒളിപ്പിച്ചു വെച്ച്, സത്യസന്ധത മറച്ചു വെച്ച്, കള്ളത്തരവും അവന്റെ മുന്നിൽ നീ പറഞ്ഞാൽ നിങ്ങളുടെ രണ്ടുപേരുടെ കച്ചവടത്തിന്റെയും ബർക്കത്ത് അല്ലാഹു എടുത്തു കളയുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. മറിച്ച് ഫൈൻ സദഖാ വബയ്യനാ, ആ സാധനത്തിന്റെ യാഥാർത്ഥ്യം നിജസ്ഥിതി നീ വെളിപ്പെടുത്തി കൊടുത്താൽ അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയാണ്, നിങ്ങളുടെ രണ്ടുപേരുടെ കച്ചവടത്തിലും അല്ലാഹു ബർക്കത്ത് ചെയ്ത് അനുഗ്രഹിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ബൂരിക ലഹുമാ ഫീ ബറകത്തി ബൈഇഹിമാ, നിങ്ങളുടെ രണ്ടുപേരുടെ കച്ചവടത്തിൽ അല്ലാഹു ബർക്കത്ത് ചെയ്യും. വാങ്ങിയവനും ഗുണം ഉണ്ടാവും, കൊടുത്തവനും ഗുണം ഉണ്ടാവും, രണ്ടുപേർക്കും. എപ്പോ സത്യം തുറന്നു പറഞ്ഞ് കച്ചവടം ചെയ്യണം. മത്സ്യം കൊണ്ട് വെച്ചിരിക്കുന്നു, ഇന്നലെ പിടിച്ചോണ്ട് വന്നോ, വേണമെങ്കിൽ മേടിച്ചോ കാക്ക, അണ്ണ മേടിച്ചോ, ഇന്നലത്തെ ഇവിടെ സാധനം എത്തണമെങ്കിൽ തന്നെ എത്ര ദിവസം എടുക്കും?
40-ാം വാത്യ കഴിയും, 3-ാം വാത്യങ്ങളിൽ 11-ാമത്തെ വാത്യ കഴിയും. അതനുസരിച്ച് ഇവിടെ വരാം. നമ്മളെന്തിനാ അത് അറിയില്ല. വിജയവാഡ എന്ന് വന്ന സാധനമാണ്. ഇപ്പൊ വടക്കുന്ന മീൻ ഉസ്താദ് ഇവിടെ ഇപ്പം മീൻ പിടിക്കുന്നത് ഇവിടെ ഒന്നും ഇല്ല. 5-6 ദിവസത്തെ പഴക്കമൊക്കെ കാണുമല്ല. ഇപ്പൊ ഇന്നലെ പിടിച്ച മീൻ നമുക്ക് ഇവിടെ കൊണ്ടുവയ്ക്കാൻ പറ്റുമോ? അത് നടക്കുന്ന കാര്യമൊന്നുമല്ല. ഇതൊക്കെ തന്നെയാണ് സംഭവം. വേണമെങ്കിൽ വാങ്ങി ഉസ്താദ്, കുഴപ്പമൊന്നുമില്ല. വലിയ ഞങ്ങൾ ഇതൊക്കെ തന്നെ തിന്നുന്നത്. അൽഹംദുലില്ലാ മാഷാ അല്ലാ. മൈദീൻ അണ്ണന്റെ കച്ചവടം ബർക്കത്തായ കച്ചവടം. ഉള്ളത് ഹക്കായിട്ട് തുറന്നു പറഞ്ഞു, ഉള്ളത് ഹൈറായിട്ട് തുറന്നു പറഞ്ഞു. അതല്ലാതെ കൊള്ളത്തര ഇതിപ്പോ ഞങ്ങൾ പാടിയത് ഞാൻ എടുത്തിട്ട് വന്നാണ് ഇപ്പത്തെ കൊണ്ടുവന്ന മറ്റോ ചെകളൊക്കെ പിടിച്ച് ഇങ്ങനെ കാണിച്ചു. നമുക്ക് ഈ സാധനം ഇതിങ്ങനെ പിടിച്ചെന്നാ എന്താ നമുക്കെന്തറിയാം സംഭവം? ഇത് നമുക്കെന്തറിയാം ഇതിങ്ങനെ പിടിച്ചെന്നാൽ ഇതെന്താണ് എങ്ങനെയാന്ന് ഇത് നമുക്കറിയില്ല സംഭവം. ഉള്ള ഹക്ക് നിങ്ങൾക്ക് അറിയുന്നത് അല്ല പറയാം. അള്ളാഹു അല്ലെ എനിക്കൊന്നും അറിയില്ല. ഈ കാണുന്ന സാധനമാണ്. ഇതനുസരിച്ച് നിങ്ങൾ അങ്ങ് വായിച്ചു തീർന്ന സംഭവം. മൊബൈൽ ഇങ്ങോട്ട് കൊണ്ടുവന്ന മൊബൈൽ അത് ഇങ്ങനെ കാണിച്ചു കൊടുക്കും, അങ്ങനെ കാണിച്ചു കൊടുക്കും, ഇങ്ങനെ കാണിച്ചു കൊടുക്കും. ഇത് കണ്ട അവിടെ കണ്ട, ഇത് കണ്ട മറ്റേ കണ്ട, ഇങ്ങനെ പല രീതിയിലാണ് മൊബൈലിന്റെ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ ഇതൊക്കെ ഇങ്ങനെ കാണിച്ചു കൊടുക്കുന്നത്. പല രീതിയിലും പല അവസ്ഥകളിലുമാണ്. ഹക്ക് പറഞ്ഞ് കച്ചവടം ചെയ്യും. അതിൽ അള്ളാഹു ബർക്കത്ത് ചെയ്യും. അതാണ് വേണ്ടത്. 10 മണി വരെ നമ്മുടെ ഉസ്താന സമയമുള്ളൂ. 10 മണിക്ക് മുമ്പ് ഉറങ്ങണം അദ്ദേഹം. അള്ളാഹു ആഫിയത്തും ദീർഘായുസ്സും കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലെങ്കിൽ ബാധെല്ലാം കേൾക്കാൻ വലിയ റാഹത്തും കാര്യങ്ങളൊക്കെ ഉള്ള ഉസ്താദ. എന്തായാലും ഹോസ്പിറ്റലിലൊക്കെ ആയിരുന്നല്ലോ. ഒരു വാള് കേട്ട് 2 മണിക്കൂർ ഇരുന്ന് പോയതുകൊണ്ട് 5 ദിവസം ആശുപത്രി കിടന്നു. അതുകൊണ്ട് പേടിയാണ്. അതുകൊണ്ട് 10 മണിക്ക് ഉറങ്ങണം. ഇത്ര ഇരുന്നല്ലോ. അള്ളാഹു ആഫിയത്തും ദീർഘായുസ്സും. പിറകി വന്നിരിക്കുമ്പോൾ എനിക്കെന്തോ ഒരു എന്തരാളിഫിക്കേഷൻ. എനിക്ക് മുന്നോട്ട് നമുക്ക് മനസ്സിന് റാഹത്ത് കിട്ടും. ഉസ്താദന്മാരൊക്കെ ഉള്ള സ്ഥലത്ത് നിന്ന് പ്രസംഗിക്കാന്ന് പറഞ്ഞാൽ വലിയ ഭാഗ്യമാണ്. എന്നെ ആദ്യമായിട്ട് കാഞ്ഞാറിൽ പ്രസംഗിക്കാൻ കൊണ്ടുവന്ന ഉസ്താദാണ്. അന്ന് നമ്മൾ ചെറുപ്പ സമയത്ത് പുഷ്കര സമയത്ത്, ഇപ്പം വയസ്സായി ദുആ സമ്മേളനത്തിന് പോകുന്ന ആളായി മാറി നമ്മൾ. അപ്പൊ അതുകൊണ്ട് ഇരിക്കാൻ അന്നൊക്കെ ആദ്യമായിട്ട് കാഞ്ഞാറോട് വാത് പറയാൻ ഉസ്താദാണ് ഒന്ന് കൊണ്ടുവന്നു. അവിടെ അന്ന് പള്ളിയുടെ ഫ്രണ്ടിൽ മുസാം മൗലാനൊക്കെ ജീവിച്ചിരിപ്പുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ കാഞ്ഞാറൊക്കെ പോകുന്നതെന്ന് പറഞ്ഞിട്ട് കൊടയത്തൂരും എല്ലാം വന്ന് വാതൊക്കെ പറഞ്ഞിട്ടുണ്ട്. അൽഹംദുലില്ലാഹ് ഖൈർ. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ ഇഖ്ലാസോടുകൂടി പറയാനും കേൾക്കാനും പ്രവർത്തിക്കാനും നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്. അപ്പൊ ബഹുമാനമുള്ള സഹോദരങ്ങളെ, കദിബ്, കളവ്, കച്ചവടത്തിൽ നമ്മൾ കളവ് പറയാൻ പാടില്ല ഒരിക്കലും. ഹക്കായത് അതാണ് അതിന്റെ ബർക്കത്ത്. ഒരു ഹദീസ് കണ്ടോളൂ. ദുനിയാവെന്ന് പറഞ്ഞാൽ മധുരമാണ്, മാധുര്യമാണ്, രസമാണ്. ഫമൻ മന്നിക്തസബ ഫീഹാ മാലം മിൻ ഹുല്ലിഹി വഅൻഫഖഹു ഫീ ഹഖിഹി അദ്ഖലഹു അല്ലാഹു അൽ ജന്ന വഅസാബഹു അല്ലാഹു വഅൗറദഹു അൽ ജന്ന. ആരെങ്കിലും ദുനിയാവിൽ വെച്ച് ആ മധുരമായ മനോഹരമായ ഹലാലായ സമ്പാദ്യത്തിൽ നിന്ന് സമ്പാദിച്ച് അത് ഹലാലായ മാർഗത്തിൽ അവൻ ചെലവ് ചെയ്താൽ അല്ലാഹു അവന് കൂലി നൽകുകയും അവനെ സ്വർഗ്ഗലോകത്തേക്ക് കൊണ്ടുവരികയും ചെയ്യും. അത്രേ നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞ വാക്കാണ്. വമൻ ഇക്തസബ ഫീഹാ മാലം മിൻ ഗൈരി ഹുല്ലിഹി വഅൻഫഖഹു ഫീ ഗൈരി ഹഖിഹി. ഹഖല്ലാത്ത മാർഗത്തിലൂടെ, ഹലാലല്ലാത്ത മാർഗത്തിലൂടെ അന്യന്റെ മുതൽ പിടിച്ചു വാങ്ങി കളവ് പറഞ്ഞ് ചതിയിലൂടെ വഞ്ചനയിലൂടെ ആരെങ്കിലും പണമുണ്ടാക്കി അത് അനർഹമായ മാർഗത്തിലൂടെ ആ പണം ചെലവ് ചെയ്താൽ നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു അദ്ഖലഹുല്ലാഹു ദാറൽ ഹവാൻ. നിന്ദയുടെ ഭവനമായ, നിസാരതയുടെ ഭവനമായ നരക കുണ്ടാരത്തിലേക്ക് അല്ലാഹു അവരെ പ്രവേശിപ്പിക്കുമെന്ന് ഔ കമാ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹലാലല്ലാത്ത സമ്പാദ്യം, കളവ് പറഞ്ഞ് ഹറാമിയത്ത്, അനർഹമായ നിലയിൽ പണം സമ്പാദിച്ചുകൊണ്ട് വന്നാൽ. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട അബൂ സഈദ് അൽ ഖുദരി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിലൂടെ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഇൽമനൂലി സിത്തം മിൻ അൻഫുസികും അൽമനു ലക്കും അൽ ജന്ന. നിങ്ങൾ 6 കാര്യം നിങ്ങൾ എല്ലാവരും നിങ്ങൾ സൂക്ഷിക്കാൻ നിങ്ങൾ തയ്യാറായാൽ സ്വമേധയാ സ്വന്തമായി നിങ്ങൾ കൈകാര്യം ചെയ്യുന്ന മേഖലകളാണ്. 6 കാര്യങ്ങൾ നിങ്ങൾ സൂക്ഷിച്ചാൽ അൽമനു ലക്കും അൽ ജന്ന, നിങ്ങൾക്ക് ഞാൻ സ്വർഗം കൊണ്ട് സാക്ഷ്യം വഹിക്കാം, ജാമ്യം നിൽക്കാം. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഒന്ന് ഉസ്തുഖൂ ഇദാ ഹദ്ദസ്തും, നിങ്ങൾ സംസാരിച്ചാൽ സത്യസന്ധമായ വാക്ക് മാത്രം പറയണേ.
6 കാര്യം ഞാൻ നിങ്ങളോട് പറയുന്നു. ഈ 6 കാര്യം നിങ്ങൾ സൂക്ഷിച്ചാൽ നിങ്ങൾക്ക് ഞാൻ സ്വർഗം വാങ്ങിത്തരാം. നബി തങ്ങൾ പറഞ്ഞ വാക്കാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിൽ ഒന്നാമത് പറഞ്ഞത് ഉസ്തുഖൂ ഇദാ ഹദ്ദസ്തും, നിങ്ങൾ സംസാരിച്ചാൽ സത്യസന്ധമായ വാക്ക് മാത്രം പറയണേ, കളവ് പറയരുതേ. വഅദ്ദൂ ഇദാ തുമിൻതും വഅദ്ദൂ ഇദാ വഅഫൂ ഇദാ ആഹത്തും, നിങ്ങളൊരു കരാറിൽ ഏർപ്പെട്ടാൽ ആ കരാർ നിങ്ങൾ പൂർത്തീകരിക്കണേ. കരാർ പൂർത്തീകരിക്കാത്തവന് നാളെ സ്വർഗമില്ല. ലാ ഈമാന ലിമൻ ലാ അമാനത ലഹു വലാ ദീന ലിമൻ ലാ അഹ്ദ ലഹു ഔ കമാ ഖാല റസൂലുള്ളാഹി. അമാനത്ത് സൂക്ഷിക്കാത്തവന് വിശ്വാസമേ ഇല്ല. കരാർ പാലിക്കാത്തവന് ദീനുൽ ഇസ്ലാമിൽ യാതൊരു സ്ഥാനവുമില്ല. യാ അയ്യുഹല്ലദീന ആമനൂ لا تخونوا الله والرسول وتخونوا أماناتكم وأنتم تعلمون. സത്യവിശ്വാസികളെ, നിങ്ങൾ അല്ലാഹുവിനെയും അവന്റെ പ്രവാചകനെയും അറിഞ്ഞുകൊണ്ട് നിങ്ങൾ വഞ്ചിക്കരുതേ. ഒരാളുടെ അമാനത്ത് സ്വത്ത് നിങ്ങളുടെ കൈവശമുണ്ടോ, ആ അമാനത്ത് ആരുടെ പക്കലാണോ ഏൽപ്പിക്കേണ്ടത് അത് അദ്ദേഹത്തിന്റെ പക്കൽ നിങ്ങൾ തിരിച്ചേൽപ്പിക്കണേ. അത് ഏൽപ്പിക്കാതെ ഈ ലോകത്ത് നിന്ന് നിങ്ങൾ വിട പറഞ്ഞു പോകരുതേ. അതല്ലയോ ഒരു മയ്യത്ത് നമ്മുടെ മുന്നിലേക്ക് കൊണ്ടുവെക്കുമ്പോ ആ മയ്യത്തിന്റെ അഹ്ലികാരോട് ചോദിക്കുകയില്ലേ, അല്ലലൈഹിദൈനുൻ, ഈ മയ്യത്തിന് വല്ല ബാധ്യതകളുണ്ടോ, ഈ മയ്യത്തിന് വല്ല കടമിടപാടുകളുണ്ടോ എന്ന് മയ്യത്തിന്റെ അരികിൽ വെച്ച് ചോദിക്കുന്നതിന്റെ അർത്ഥം എന്താണ്? കാരണം കടമിടപാടുകളുള്ള മയ്യത്തിന് നാളെ ആഖിറത്തിൽ സ്ഥാനമില്ല. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞില്ലേ, നഫ്സുൽ മുഅ്മിനി മുഅല്ലഖത്തുൻ ബിദൈനിഹി ഹത്താ യുഖ്ളാ ദൈനുഹു ഔ കമാ ഖാല റസൂലുള്ളാഹി. ഒരു സത്യവിശ്വാസിയുടെ ആത്മാവ് അത് ആനന്ദം അടയുകയില്ല, സ്വർഗ്ഗലോകം പുൽകുകയില്ല. സത്യത്തോളം എത്രത്തോളം എന്ന് വെച്ചാൽ ആ ആത്മാവിന് കടമിടപാടുകൾ ഉള്ളിടത്തോളം കടമിടപാടുകളുണ്ടോ ആ കടമിടപാടുകൾ അതിന്റെ അനന്തരാവകാശികൾ ആരാണോ അവര് കൊടുത്തു വീടണേ, നിറവേറ്റണമേ. ഇല്ല എങ്കിൽ തീർച്ച ആ ആത്മാവിന് ശാന്തി ലഭിക്കുകയില്ല. ആ ശാന്തി ലഭിക്കാത്തിടത്തോളം ആ ആത്മാവ് സ്വർഗം പുൽകുകയില്ല. അതുകൊണ്ട് കടമിടപാടുകൾ അത് ഗൗരവത്തോടെ നിങ്ങൾ കാണണേ. നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, വഅദ്ദൂ ഇദാ തുമിൻതും, നിങ്ങളുടെ മേൽ ഏൽപ്പിക്കപ്പെട്ട അമാനത്തുകൾ, ഉത്തരവാദിത്തങ്ങൾ അത് നിങ്ങൾ പരിപൂർണമായി നിങ്ങൾ നിറവേറ്റണമേ. നിങ്ങളുടെ കരാറുകൾ നിങ്ങൾ പാലിക്കണമേ. അതിലൊരിക്കലും നിങ്ങൾ ന്യൂനത വരുത്തരുതേ. നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ വീണ്ടും പറയുകയാണ്, വഗുള്ളൂ അബ്സാറക്കും, നിങ്ങളുടെ കണ്ണുകളെ നിങ്ങൾ സൂക്ഷിക്കണേ. നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ പറയുന്നു, സലാസത്തുൻ ലാ തറായിനുഹുമുൻ നാർ, 3 കണ്ണുകൾ നാളെ നരകം കാണുകയില്ല. നാളെ ആഖിറത്തിലെ കണ്ണുകൾ കരയുമെന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ നമ്മളെ പഠിപ്പിക്കുമ്പോ ചില കണ്ണുകൾ നാളെ പ്രകാശമാനമായിരിക്കും. വജൂഹു യൗമൈദിൻ മുസ്ഫിറ ലാഹികതും മുസ്തബ്ശിറ വവജൂഹു യൗമൈദിൻ അലൈഹാ ഗബറ തർഹഖുഹാ ഖതറ ഉലൈക ഹുമുൽ കഫറത്തുൽ ഫജറ. നാളെ ഒരു വിഭാഗം ആളുകളുടെ മുഖം പ്രസന്നമായിരിക്കുമത്രേ, പ്രസാദമായിരിക്കുമത്രേ, സന്തോഷമായിരിക്കുമത്രേ. ആ മുഖം അല്ലാഹുവിന്റെ മുഖവുമായി ബന്ധിക്കപ്പെടുകയാണ്. പടച്ചവന്റെ മുഖ സൗന്ദര്യം നോക്കി ആഹ്ലാദിക്കുകയാണ്. അവർക്ക് ദുനിയാവിൽ വെച്ചും ആഖിറത്തിൽ വെച്ചും ഏറ്റവും വലിയ സന്തോഷം അല്ലാഹുവിന്റെ മുഖത്തെ ഒന്ന് കാണലാണ്, പടച്ച തമ്പുരാനെ ഒന്ന് നേരിൽ കാണലാണ്. അത് തന്നെയാണ് സത്യവിശ്വാസികളുടെ ആഗ്രഹം. അത് തന്നെയാണ് പരിശുദ്ധ പ്രവാചകന്റെയും ആഗ്രഹം. ആ റബ്ബുൽ ഇസ്സത്തായ നാഥനെ ഒന്ന് കാണലാണ്. ആ ഹബീബായ തങ്ങൾ പോലും കൊതിച്ചത് അതല്ലയോ? പക്ഷേ പടച്ച തമ്പുരാനെ കാണാതെ ചില ആളുകളുടെ മുഖം വികൃതമാക്കപ്പെടുമത്രേ. അവരുടെ മുഖത്തും പൊടിപടലങ്ങളെ കൊണ്ട് നിറയ്ക്കപ്പെട്ടിരിക്കുമത്രേ. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അങ്ങനെ 2 വിഭാഗങ്ങളെ കുറിച്ച് പരിചയപ്പെടുത്തുമ്പോ നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, 3 വിഭാഗം ആളുകൾ അല്ലാഹുവിന്റെ കണ്ണിനെ, അല്ലാഹുവിന്റെ മുഖത്തെ നോക്കിക്കൊണ്ടിരിക്കും. അവരുടെ കണ്ണുകൾ നാളെ നരകത്തിലേക്ക് പോവുകയില്ല. അവരുടെ കണ്ണുകൾ നാളെ നരകം കാണുകയില്ല. സലാസത്തുൻ ലാ തറാ അയുനുഹുമുൻ നാർ, അവരുടെ കണ്ണുകൾ നാളെ നരകം സ്പർശിക്കുകയില്ല. ഐനുൻ, ഒന്നാമത്തെ കണ്ണ്, ബക ഗല്ലത അമ്മ
മഹാരിമില്ലാ ഐനുൻ ബകത് അൻ ഐനുൻ ഗല്ലത് അൻ മഹാരിമില്ലാ ഹറാമായ കാഴ്ചകളെ നെറ്റിലൂടെയും ഹറാമായ കാഴ്ചകൾ വീഡിയോയിലൂടെയും ഹറാമായ കാഴ്ചകൾ IMOയിലൂടെയും ഹറാമായ കാഴ്ചകൾ വീഡിയോ കോളിലൂടെയും നിങ്ങൾ കണ്ടുകൊണ്ട് രസിക്കരുതേ എന്റെ പൊന്നു പെങ്ങളെ, എന്റെ പൊന്നു ചെറുപ്പക്കാരാ. ഈ കണ്ണുകൾ ഏതെല്ലാം ഹറാമുകളിലേക്കാണോ ഈ കണ്ണ് ചെന്ന് അതിന്റെ രശ്മികൾ പതിക്കുന്നത്, ഈ കണ്ണ് ഈ ദുനിയാവിൽ വെച്ച് സന്തോഷിക്കുകയാണ്. പക്ഷേ നാളെ ആഖിറത്തിൽ ഈ കണ്ണുകൾ വിലപിക്കേണ്ടി വരും, കരയേണ്ടി വരും. ആരെങ്കിലും തന്റെ കണ്ണിന്റെ മുന്നിൽ തുറന്നു വെക്കപ്പെട്ട ഈ അശ്ലീല ഫോട്ടോസുകൾ കണ്ടപാടെ ആ കണ്ണിനെ അവർ ഇറുക്കിയടച്ചാൽ ആ കണ്ണ് നാളെ നരകം കാണുകയില്ല. ദുനിയാവിൽ വെച്ച് ഹറാമ് കാണുമ്പോ മൂടി വെക്കുന്ന കണ്ണ് നാളെ നരകത്തിൽ ആ കണ്ണ് പ്രവേശിക്കുകയില്ല. രണ്ടാമത്തെ കണ്ണ് അള്ളാന്റെ മാർഗത്തിൽ ഉറക്കമിളച്ച കണ്ണാണ്. പാതിരാ സമയത്ത് ഉറക്കിൽ നിന്ന് തന്റെ പാർശ്വങ്ങളെ അകറ്റിയിട്ട് പടച്ച റബ്ബേ അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ആശയോടും ആശങ്കയോടും കണ്ണിനെ തുറന്നു വെച്ച് അള്ളാഹുവിന്റെ കോടതിയോട് മുനാജാത്ത് നടത്തുന്ന സഹോദരാ, മുനാജാത്ത് നടത്തുന്ന പൊന്നു സഹോദരി, പാതിരാ സമയം വരെ 12 മണി വരെ 1 മണി വരെ ടിവിയുടെ മുന്നിൽ കണ്ണ് തുറന്നു വെച്ച് ഹറാം നിറയ്ക്കുകയല്ലേ പൊന്നു പെങ്ങളെ, എന്റെ പൊന്നുമോളെ. ഈ കണ്ണ് നാളെ ആഖിറത്തിൽ കരയേണ്ടി വരും മോളെ, ഈ കണ്ണ് നാളെ ആഖിറത്തിൽ കരയേണ്ടി വരും മോളെ. പാതിരാ സമയത്ത് നിന്റെ വീട്ടിലിരിക്കുന്ന ഖുർആൻ എടുത്തു വെച്ച് അരമണിക്കൂർ നിന്റെ കണ്ണ് തുറന്നു വെച്ച് ആ ഖുർആൻ ഒന്ന് ഓതാ നിനക്ക് മനസ്സ് വരുന്നില്ലല്ലോ, ആ ഖുർആൻ ശപിക്കുകയല്ലേ, ശപിക്കുകയല്ലേ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞില്ലേ, സലാസത്തുൻ ഹുമുൽ ഖുറബാഉ ഫിദ്ദുനിയാ, 3 വിഭാഗം ആളുകൾ ദുനിയാവിൽ അവർ പരദേശികളെ പോലെയാണ്, ആഖിറത്തിലും അവർക്ക് ആരുടെയും സഹായമില്ല. 3 വിഭാഗം ആളുകളിൽ ഒരു വിഭാഗത്തെ അല്ലാഹുവിന്റെ റസൂൽ പരിചയപ്പെടുത്തുകയാണ്. വൽ മുസ്ഹഫു ഫീ ബൈത്തിൻ ലാ യുഖറഉ ഫീഹി ലാ യുത്ലാ ഫീഹി, ഖുർആൻ ഓതപ്പെടാത്ത വീടാണ്. പരിശുദ്ധമായ ഖുർആൻ ആ വീട്ടിലുണ്ട്, റൈഹാനിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ്, ഷോക്കേസിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ്. ആ ഖുർആൻ ശപിക്കുകയാണ്, പ്രാവുകയാണ്. അല്ലാഹുവേ അല്ലാഹുവേ, ഈ ഖുർആൻ ഇവിടെ കൊണ്ടുവച്ചിട്ട് 6 മാസമായി. ഓതാൻ അറിയാവുന്ന ഉമ്മയുണ്ട് അല്ലാ, ഉപ്പയുണ്ട് അല്ലാ, മക്കളുണ്ട് അല്ലാ. പക്ഷെ അവർ പാതിരാ സമയം വരെ ടിവിയുടെ മുന്നിലാണ് പടച്ചവനെ, നെറ്റിന്റെ മുന്നിലാണ് അല്ലാ, വീഡിയോ കളിക്കുകയാണ് അല്ലാ, വീഡിയോ ഗെയിം കളിക്കുകയാണ് പടച്ചവനെ. കുഞ്ഞു മക്കൾക്കെങ്കിലും ആ ഖുർആൻ ഒന്ന് തുറന്നു വെക്കുന്നതിന് പകരം കൊച്ചു ടിവി കാണിച്ചുകൊണ്ട് ആ കുഞ്ഞു മക്കളെ പോലും വികൃതിയിലാക്കുകയാണ് അല്ലാ, കാർട്ടൂൺ ഇട്ട് കൊടുത്തുകൊണ്ട് കുഞ്ഞു മക്കളെ പോലും പിഴപ്പിക്കുകയാണ് അല്ലാ. അതുകൊണ്ട് ആ ഖുർആൻ ശപിക്കുകയാണ്, പ്രാവുകയാണ്. ആ വീട്ടിലും ആ കുടുംബത്തിലും ഒരിക്കലും അല്ലാഹുവിന്റെ റഹ്മത്ത് ഉണ്ടാവുകയില്ല. ഔ കമാ ഖാല ഹബീബുനാ റസൂലുള്ളാഹി, പാതിരാത്രി ഖുർആൻ ഓതാൻ കണ്ണ് തുറന്നു വെക്കാൻ നിങ്ങളെ കൊണ്ട് കഴിയുമോ? വഅദ് കേൾക്കാൻ കണ്ണ് തുറന്നു വെക്കാൻ കഴിയുമോ? പാതിരാ സമയം വരെ അല്ലാഹുവിന്റെ ദീൻ കേൾക്കാൻ, ഇൽമു കേൾക്കാൻ വേണ്ടി കണ്ണ് തുറന്നു വെച്ചവരെ ആ കണ്ണ് ലാ തറാ അയ്യുനുഹുമുന്നാർ, ആ കണ്ണ് നാളെ നരകം തിന്നുകയില്ല. ബാക്കി എല്ലാ കണ്ണുകളും ടിവി കാണുന്ന കണ്ണ്, വീഡിയോ കാണുന്ന കണ്ണ്, അശ്ലീലം കാണുന്ന കണ്ണ്, സിനിമ കാണുന്ന കണ്ണ്, കളി കാണുന്ന കണ്ണ്, ഈ കണ്ണുകൾക്ക് വേണ്ടി പാതിരാ ഉറക്കമൊഴിക്കുന്ന കണ്ണുകളാണെങ്കിൽ ഈ കണ്ണുകളെല്ലാം നാളെ ആഖിറത്തിൽ കരയേണ്ടി വരുമത്രേ. 3 വൈനുൻ ഖറജത് മിൻ ഐനിഹി മിസ്ലു റഅസി ദുബാബി മിൻ ഖശിയത്തില്ലാഹ്, അല്ലാഹുവിനെ ഭയന്നുകൊണ്ട് ഒരു കൊതുകിന്റെ തലയുടെ അളവോളം അല്ലാഹുവിനെ ഭയന്നിട്ട് നീ കരഞ്ഞവനാണോ, കണ്ണുനീരൊലിപ്പിച്ചവനാണോ? എന്റെ പൊന്നു സഹോദര, എന്റെ പൊന്നു പെങ്ങളെ, ആ കണ്ണ് നാളെ ആഖിറത്തിൽ കരയേണ്ടതില്ല. അല്ലാഹുവിനെ ഓർക്കുന്നവരല്ലേ നമ്മൾ, പടച്ചവന് വേണ്ടി സ്തുതി കീർത്തനങ്ങൾ അർപ്പിക്കുന്നവരല്ലേ നമ്മൾ. അല്ലാഹുവിന്റെ ശിക്ഷയെ ഓർത്ത് ഞാനോ നിങ്ങളോ കരഞ്ഞ ചരിത്രമുണ്ടോ? ഒരു ദിവസത്തിൽ എത്ര പ്രാവശ്യമാണ് നമ്മൾ കരഞ്ഞത്? ഒറ്റയ്ക്ക് നിങ്ങൾ നമസ്കരിക്കുമ്പോ കൈകെട്ടുന്ന സമയത്ത് നരക
നരകത്തിന്റെ ആയത്തുകൾ നിന്റെ മനോമുഖരത്തിലൂടെ കടന്നു പോകുമ്പോ അല്ലാഹുവേ നാളെ ആരോരുമില്ലാതെ നരകത്തിന്റെ മടിത്തട്ടിൽ കിടക്കേണ്ടി വന്നാൽ എന്റെ ഉപ്പയോ ഉമ്മയോ എന്നെ സഹായിക്കാൻ ആരും ഉണ്ടാവുകയില്ലല്ലോ. അല്ലാഹുവേ ഞാനിവിടെ സുഖമില്ലാതെ ആശുപത്രിയിൽ കിടന്നാൽ നൂറുകണക്കിന് ആളുകൾ എന്നെ സന്ദർശിക്കാൻ വരുമല്ലോ. അങ്ങനെ ആ ആശുപത്രി കിടക്കയിൽ എന്റെ റൂഹിനെ നീ പിടിച്ചു കഴിഞ്ഞാൽ എന്നെ ഈ കാണുന്ന കുടയത്തൂർ ജമാഅത്തിന്റെ ഖബർസ്ഥാനിലേക്ക് കൊണ്ട് ഈ കാട്ടിലേക്ക് ഈ പുല്ലുകളും ഈ പോച്ചകളെ കൊണ്ട് നിറയ്ക്കപ്പെട്ട ഈ കാട്ടിലേക്ക് ആരുടെ മണ്ണിന്റെ ഇരുണ്ട തുരുത്തിലേക്ക് എല്ലാവരും എന്നെ കൊണ്ട് ഒറ്റയ്ക്ക് വലിച്ചെറിഞ്ഞാൽ അല്ലാഹ് ആ ഖബറിൽ എന്നോടൊപ്പം ആരാണ് സഹായിയായുള്ളത്? ഞാൻ ഒറ്റയ്ക്കായിരിക്കുമല്ലോ. എന്നെ സ്നേഹിക്കുന്ന എന്റെ കാന്തൻ എന്നോടൊപ്പം ഉണ്ടാവുകയില്ല. ഞാൻ എത്രത്തോളം ഇഷ്ടപ്പെടുന്ന എന്റെ തരുണി എന്നെ ഉപേക്ഷിച്ചിട്ട് പോകുമല്ലോ. എന്റെ വാത്സല്യ പുത്രന്മാരും പുത്രിമാരും എന്നെ ഉപേക്ഷിക്കുമല്ലോ. എല്ലാവരും ഒറ്റപ്പെട്ട ഖബറിടത്തിൽ എന്നെ വലിച്ചെറിഞ്ഞിട്ട് പോകുമല്ലോ അല്ലാഹ്. ആ സമയത്ത് ഞാൻ അവിടെ ഒറ്റയ്ക്കാണ്. ആ പാതിരാ സമയത്ത് എന്റെ ശരീരത്തിലൂടെ വലിയ വലിയ പാമ്പുകളെ നീ നിയോഗിച്ചാൽ ഞാൻ അവിടെ നിലവിളിച്ചാൽ എന്റെ നിലവിളി കാണാൻ ആരാണ് പടച്ചവനെ? അങ്ങനെ ഓർത്തുകൊണ്ട് എന്റെ പൊന്നുപെങ്ങളെ, ഏതെങ്കിലും ഒരു രാത്രി നീ കരഞ്ഞ ചരിത്രമുണ്ടോ? ഏതെങ്കിലും ഒരു പകൽ സമയത്ത് കരഞ്ഞ ചരിത്രമുണ്ടോ? ഒറ്റയ്ക്കിരുന്ന് ഒറ്റയ്ക്കിരുന്ന് കൊണ്ട് അല്പസമയം നീ ആ ഖബർസ്ഥാനിലേക്ക് ഒന്ന് ചിന്തിക്കണേ. എന്റെ മുൻഗാമികൾ മരണപ്പെട്ടു പോയതൊന്ന് ഓർക്കണേ. ദിവസം തോറും എത്ര ചെറുപ്പക്കാരാണ് കൊഴിഞ്ഞു വീഴുന്നത് ഹൈവേയില്. വാഹനാപകടങ്ങളിലൂടെ എത്രയോ ആവശ്യങ്ങൾക്ക് വേണ്ടി വീട്ടിൽ നിന്ന് പുറപ്പെട്ടു പോകുമ്പോ ഇപ്പോൾ വരാമുമ്മ എന്ന് ഫോൺ വിളിച്ച മകൻ നിമിഷ നേരങ്ങൾക്കുള്ളിൽ ഫോൺ എടുക്കുന്നത് പോലീസാണ്. ആ സഹോദരൻ ഇതാ വാഹനാപകടത്തിൽ മരണപ്പെട്ടിരിക്കുകയാണ്. 22 വയസ്സ്, 18 വയസ്സ്, 19 വയസ്സ്, എത്ര വയസ്സുകളെന്ന് അല്ലാഹു റബ്ബുൽ ഇസ്സത്താണ് തീരുമാനിക്കുന്നത്. ആ കുരുന്നു മനസ്സുകളെല്ലാം ഹൈവേ റോഡിൽ പൊലിഞ്ഞു വീഴുമെന്ന് ഏതെങ്കിലും ഒരു സമയത്ത് ഒറ്റയ്ക്കിരുന്ന് നീ ചിന്തിച്ചിട്ടുണ്ടോ പെങ്ങളെ? അങ്ങനെ അല്ലാഹുവിന്റെ ശിക്ഷ ഓർത്തിട്ട് നിന്റെ കണ്ണ് ഈറനണിഞ്ഞ ചരിത്രമുണ്ടോ? അങ്ങനെ കണ്ണ് ഈറനണിഞ്ഞിട്ടുണ്ടോ? ലാ തറായുനുഹുമുന്നാർ, ആ കണ്ണ് നാളെ നരകത്തിൽ പ്രവേശിക്കുകയില്ല. നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം എത്ര പെണ്ണുങ്ങള് സീരിയല് കണ്ടിട്ട് കരയാറുണ്ട്. ആ കണ്ണ് ഉറപ്പായിട്ട് നരകത്തില് കരയേണ്ട കണ്ണാണ്. അതുകൊണ്ട് തന്നെയാണ് സീരിയൽ കണ്ടിട്ട് കരയാൻ അവളുടെ മനസ്സ് അനുവദിച്ചത്. നരകത്തെയോ ഖബറിനെയോ ഓർത്ത് അവളുടെ കണ്ണ് ഇന്നു വരെ ഈറനണിഞ്ഞിട്ടില്ല. ആ കണ്ണ് നാളെ നരകത്തിൽ കിടക്കേണ്ടി വരും. നഊദു ബില്ലാഹ്. അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, വഖുല്ലൂ അബ്സാറക്കും. നാലാമതായി പറയുന്നു, കണ്ണുകളെ നിങ്ങൾ മൂടണേ, ഹറാമുകളിൽ നിന്ന് കണ്ണുകളെ നിങ്ങൾ സൂക്ഷിക്കണേ. നിങ്ങളുടെ ഗുഹ്യാവയവങ്ങളെ ഹറാമുകളിൽ നിന്ന് നിങ്ങൾ ശ്രദ്ധിക്കണേ, സൂക്ഷിക്കണേ. ആറ് ഐദിയക്കും, നാട്ടുകാരോടും അയൽവക്കക്കാരോടും മറ്റുള്ള മതക്കാരോടും മറ്റുള്ള സഹോദരങ്ങളോട് നിന്റെ കൈ കൊണ്ട് ഒരു മോശവും നീ പ്രവർത്തിക്കരുതേ. ഒരാൾക്കും ഒരു വിഷമമുണ്ടാകുന്ന നിലയിൽ നിന്റെ നാവ് കൊണ്ടോ നിന്റെ അവയവങ്ങൾ കൊണ്ടോ ഒരു അനർത്ഥമായ ഒരു അനാവശ്യമായ പ്രവൃത്തിക്കും നീ കൂട്ടുനിൽക്കരുതേ. ആദരവായ റസൂലുള്ളാഹി തങ്ങളുടെ വാക്കാണ്, സ്വർഗം വേണമോ? ഞാൻ നിങ്ങൾക്ക് സ്വർഗം വാങ്ങിത്തരാം. അദ്മനു ലക്കുമുൽ ജന്ന, നിങ്ങൾക്ക് ഞാൻ സ്വർഗം വാങ്ങിത്തരാം. വഖുഫു ഐദിയക്കും, നിങ്ങൾ നാട്ടിലെ പ്രശ്നം ഉണ്ടാക്കരുതേ, നിങ്ങൾ ആരെയും വേദനിപ്പിക്കരുതേ, നിങ്ങൾ ആരെയും തെറി പറയരുതേ. ഔ കമാ ഖാല ഹബീബുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ 6 കാര്യം സൂക്ഷിച്ചാൽ നിങ്ങൾക്ക് ഞാൻ സ്വർഗം വാങ്ങിത്തരാം. മനസ്സിലായില്ലേ? അപ്പൊ അതുകൊണ്ട് സംസാരിക്കുമ്പോൾ ശ്രദ്ധിക്കണം. നന്മ മാത്രം സംസാരിക്കും, നല്ലത് മാത്രം പറയും, കളവ് പറയരുത്. ഒരാളുടെ സാധനം വാങ്ങി മടക്കിക്കൊടു, കടം വാങ്ങിയിട്ടുണ്ടോ മടക്കിക്കൊടു, ഒരു വാക്ക് പറഞ്ഞോ അത് പാലിക്കും. ഇതൊക്കെയല്ല മുഅ്മിൻ, ഇതെല്ലാം മുസ്ലിം. പിന്നെ അല്ല പിന്നെ എന്ത് മുസ്ലിം? വാക്ക് പാലിക്കാത്ത എന്ത് മുസ്ലിം? എന്നൊക്കെ വലിയ സംഭവങ്ങളൊക്കെ ഉണ്ട്. അങ്ങോട്ടേക്കൊന്നും ഞാൻ കടക്കുന്നില്ല, ഒന്നും സമയമില്ലാത്തതുകൊണ്ട് അങ്ങോട്ടേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. അപ്പൊ അതുകൊണ്ട് ഒന്നാമത്തെ പോയിന്റ് കളവ്. ഇനി മേലെ പറയരുത്. കച്ചവടത്തിലും പറയരുത്, വാപ്പാടത്തും പറയരുത്, ഉമ്മാടത്തും പറയരുത്, കുട്ടികളെടുത്തും പറയരുത്. കുട്ടികൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടിട്ട് കുട്ടികളോട് കളവ് പറയും. മോനെ മോനെ ഭക്ഷണം കഴിക്കടാ, നിനക്ക് ചോക്ലേറ്റ് വാങ്ങി തരടാ, ചോക്ലേറ്റ്. അത് കേട്ടിട്ട് ഓടി പോയിട്ട് കുട്ടികൾ ഭക്ഷണം കഴിക്കും. ഭക്ഷണം കഴിച്ചതിനെ കൊണ്ടുപോയി കടത്തി ഉറക്കും, ചോക്ലേറ്റ് മേടിച്ചു കൊടുക്കൂല. അത് കളവാണ്, അത് കളവാണ്. ആ ഉമ്മ ആ കുട്ടിയോട് കാണിച്ച കളവാണ്. അതിന്റെ പേരിൽ നാളെ അള്ളാന്റെ മുന്നിൽ ഉമ്മ സമാധാനം പറയണം. മോനെ നിനക്ക് ബലൂൺ വാങ്ങിച്ചിരടാ കുട്ട, നീ തിന്നടാ, ഈ ഭക്ഷണം തിന്നടാ, ഈ ചോറ് തിന്നടാ. ഈ ബലൂണിനെ ഓർത്തിട്ട് കുട്ടി ചോറ് തിന്നും. ബലൂൺ വാങ്ങി കൊടുത്തില്ല എങ്കിൽ ഉമ്മ അത് കളവാണ്.
മൃഗങ്ങൾക്ക് ഈ പുല്ല് പറിച്ചു കൊടുക്കും, പുല്ല് ഇങ്ങനെ കാണിച്ചു കൊടുക്കും, പുല്ലിങ്ങനെ കാണിച്ചു കൊടുക്കും, അത് കടിച്ചു തിന്നാൻ വേണ്ടി വരുമ്പോൾ അങ്ങ് വലിക്കും. അത് ഏറ്റവും വലിയ വഞ്ചനയാണ്, ഏറ്റവും വലിയ കളവാണ്. മാർക്കറ്റിലേക്ക് മാടിനെയൊക്കെ കൊണ്ടുപോകുമ്പോൾ ഇങ്ങനെ പുല്ല് കാണിച്ച് വലിച്ച് ഇങ്ങനെ അതിങ്ങനെ ആഗ്രഹിച്ച് ഇങ്ങനെ വരും. പാവം, എത്ര വലിയ വഞ്ചനയാണ്, ഖിയാനത്തല്ല കാണിക്കുന്നത്, കളവല്ല കാണിക്കുന്നത്, ആ മൃഗത്തിനോട് കാണിക്കുന്ന അനീതിയും അക്രമവും അല്ലേ. അങ്ങനെ ചെയ്യാൻ പാടില്ല. അതിന്റെ പേര് നാളെ ആഖിറത്തിൽ നമുക്ക് ചോദ്യം ഉണ്ടാകും. എന്തെങ്ങൾ വിചാരിച്ച സംഭവം? നമ്മളെന്താ വിചാരിച്ചേ? മുസ്ലിം എന്നൊക്കെ പറയാം, നമ്മൾ നിസ്കാരമൊക്കെ ഉള്ളവരായതുകൊണ്ട് അള്ളാഹ് യാ അല്ലാഹ് മാസലാം എന്ന് പറഞ്ഞ് കയറ്റി അങ്ങോട്ട് വിട്ടേക്കുന്നാണ്. ഒന്നെങ്കിൽ അള്ളാഹ് ഇവിടെ ഇടി തരും, അല്ലെങ്കിൽ അവിടെ ഇടി തരും. രണ്ടാലൊന്നും ഉറപ്പാണ് സംഭവം. ഒന്നീ ഇവിടെ നമ്മൾ ഇട്ടിടങ്ങാറാക്കും. ഇപ്പൊ നമ്മൾ വല്ലാത്ത പരീക്ഷണത്തിലും പ്രശ്നത്തിലൊക്കെ ആണല്ലോ. മാനസികമായിട്ട് റാഹത്ത് തന്നെ ഇല്ല, എല്ലാം പ്രശ്നത്തിൽ തന്നെയാണ്. ഇപ്പൊ തന്നെ കണ്ടില്ല, നിയമങ്ങളൊക്കെ മാറി വന്നുകൊണ്ടേയിരിക്കുന്നത്. നിയമങ്ങളൊക്കെ മാറുകയാണ്, വിഷയങ്ങളൊക്കെ വലിയ പ്രശ്നങ്ങളാണ്. എല്ലാവരും ആത്മാർത്ഥമായി ഹൈറായ രീതിയിൽ ഇബാദത്തൊക്കെ എടുത്ത് നോമ്പൊക്കെ സുന്നത്ത് നോമ്പൊക്കെ പിടിച്ച് നമുക്ക് ദുആയ്ക്ക് ഇജാബത്ത് കിട്ടുന്ന സമയങ്ങളിലൊക്കെ ആത്മാർത്ഥമായി നമ്മൾ ദുആ എടുക്കുക, ദുആ ചെയ്യുക. അതിലൂടെയൊക്കെ രക്ഷയുള്ളൂ, അല്ലെ വേറെ രക്ഷയൊന്നുമില്ല. വലിയ പ്രശ്നങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത്. നബിതങ്ങൾ പറഞ്ഞ ഹദീസുകൾ, അതൊക്കെ വിഷയം വേറെ, ഞാൻ അത് പറയുന്നില്ല. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞതൊക്കെ ഇവിടെ യാഥാർത്ഥ്യമായിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാം അതേപടി ഇപ്പോഴാണ് ആ ഹദീസുകളൊക്കെ ഇവിടെ നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. എല്ലാവരും വിശ്വാസങ്ങൾ പറഞ്ഞ മൊത്തം ഇവിടെ വന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാം ഇടങ്ങേറ്. പല ആളും മുസ്ലിമുകൾക്ക് വലിയ പരീക്ഷണങ്ങളുണ്ടാകും, വലിയ പരീക്ഷണങ്ങളുണ്ടാകും. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാ, ഇന്ന ഉമ്മത്തി ഹാദിഹി ഉമ്മത്തും മർഹൂമാ, എന്റെ ഈ ഉമ്മത്തുകള് പാപം പൊറുക്കപ്പെട്ട അനുഗ്രഹീതരായ ഉമ്മത്തുകളാണ്. ലൈസ അലൈഹാ അദാബുൻ ഫിൽ ആഖിറ, അവർക്ക് നാളെ ആഖിറത്തിൽ ശിക്ഷകളെ ഇല്ല. വഅദാബുഹാ ഫിദ് ദുനിയാ, അവർക്ക് ദുനിയാവിലുള്ള ശിക്ഷ അൽ ഫിത്നു വസ്സലാസിലു വൽ ഖത്ലു, ദുനിയാവിലെ ഫിത്നകൾ കൊണ്ട് ഇടങ്ങേറുകൾ അവരെ ബാധിക്കും, ഭൂമി കുലുക്കം അവരെ ബാധിക്കും, ഇടയ്ക്കിടയ്ക്ക് അവരിൽപ്പെട്ട സഹോദരങ്ങൾ വധിക്കപ്പെടും. അല്ലാഹു റസൂൽ പറഞ്ഞ വാക്കാണ്. കൊല നടക്കുന്നു. വെറുതെ പള്ളി കിടക്കുന്ന മൊയ്ലിയാരെ വന്ന് കൊല്ലും. എന്തിനാ മോനെ നിന്നെ കൊന്നത്? അള്ളാഹു അല്ല. എന്തിനാണ് അവനെ പോയി കൊന്നത്? എനിക്കും അറിയില്ല എന്തിനാ കൊന്നത്. വെറുതെ കൊല്ലും. കൊല ഇസ്തിഖ്ഫാഫൻ ബിദ്ദിമാ, ബാദിറു ബിൽ അമാലി സിത്താ, 6 കാര്യങ്ങൾ വരുന്നതിന് മുമ്പ് നിങ്ങൾ അല്ലാഹുവിലേക്ക് അടുക്കണമേ. ഹബീബായ തങ്ങൾ പറഞ്ഞ വാക്കാണ്. അല്ലാഹുവിന്റെ റസൂൽ അതിൽ നമുക്ക് ഇന്നത്തെ സാഹചര്യവുമായി ബന്ധപ്പെടുത്തിയിട്ട് 2-3 കാര്യങ്ങൾ പറഞ്ഞു. ഒന്ന്, ഇമാറത്തു സുഫാ, വിഡ്ഢികൾ അധികാരത്തിൽ കയറി വരും, ഭരണകർത്താക്കൾ അധികാരത്തിൽ കയറി വരും. വിഡ്ഢികളാണ്, വിവരമില്ലാത്തവരാണ്, ആവശ്യമില്ലാത്തതൊക്കെ പുലമ്പിക്കൊണ്ടേയിരിക്കും. അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുന്നു, അവര് വരുന്നതിന് മുമ്പ് അള്ളാഹുവിന്റെ ഇബാദത്തുമായി നിങ്ങൾ കൂടുതൽ അടുക്കണമേ. ആവശ്യമില്ലാത്ത ധാരാളം നിബന്ധനകൾ കൊണ്ട് നമ്മളെ ഇടങ്ങേറാക്കും, നിബന്ധനകൾ അധികരിക്കും. എത്ര നിബന്ധനകളാണ്. സ്വർണം വെച്ചൊക്കെ 20,000 രൂപ വാങ്ങാൻ ഒരു ചരിത്ര കാലം ഉണ്ടായിരുന്നു. അതൊക്കെ പോയി. സ്വന്തം വള കൊണ്ട് വിൽക്കാൻ പറ്റൂല, മോതിരം വിൽക്കാൻ പറ്റൂല, 10,000 രൂപ കൂടുതലുള്ളൂ, ബാക്കിയെല്ലാം ബാങ്ക്, എല്ലാം നിബന്ധന. ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കണമെങ്കിൽ നിബന്ധന, വണ്ടി എടുക്കണമെങ്കിൽ നിബന്ധന, വസ്തു വിൽക്കണമെങ്കിൽ നിബന്ധന, വീട് വെക്കണമെങ്കിൽ നിബന്ധന, എന്തോ നിബന്ധന. യാത്ര ചെയ്യണമെങ്കിൽ ആകെ മനുഷ്യന്മാർക്ക് ഭ്രാന്ത് കയറുന്നു. നിബന്ധനകൾ അധികരിക്കും. നബിതങ്ങൾ പറഞ്ഞ വാക്കല്ലേ, അധികരിച്ചിട്ടില്ലേ? എത്ര നിബന്ധനകൾ, ഭയങ്കരമായ നിബന്ധനകളാണ്. മൂന്നാമത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, കൊല സർവ്വസാധാരണമായി നടക്കും. ചുമ്മാ വെറുതെ വെട്ടിക്കിളിയെ നമ്മൾ വേട്ടയാടുന്നത് പോലെ ചുമ്മാ അങ്ങോട്ട് പോവാ, വരുന്ന വഴിക്ക് അങ്ങോട്ട് പോവാ, ബൈക്കോട്ട് നിർത്താ, 2 തട്ടിട്ട് യാ അല്ലാഹ് ഖലാസ്, വെറുതെ കൊന്നളയും. കൊല അധികരിക്കും. നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞ വെറുതെ സർവ്വസാധാരണമായി. ബഹുമാനപ്പെട്ട സഈദ് ഇബ്നു സുബൈർ റളിയല്ലാഹു തആല എന്ന് പറയുകയാണ്, കുന്നാ ഇൻദ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞങ്ങൾ അല്ലാഹുവിന്റെ റസൂലിന്റെ സദസ്സിലിരിക്കുമ്പോൾ ഫദക്കറൽ ഫിത്ന, ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ ഫിത്നകളെ കുറിച്ച് ചർച്ച ചെയ്യുകയാണ്. ഈ നാട്ടിൽ നടക്കാൻ പോകുന്ന ഫിത്ന, ഫസാദ്, ഇടങ്ങേറ്, കൊലകളെ കുറിച്ചൊക്കെ ഇങ്ങനെ ചർച്ച ചെയ്യാണ്. അപ്പൊ ഞങ്ങൾക്ക് വലിയ ആശങ്കയായി, വലിയ വിഷമമായി പോയി, വലിയ പ്രയാസമായി പോയി. ഫഖുൽനാ, ഞങ്ങൾ അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിച്ചു, ലഇന്ന ദറകത്നാ ഹാദിഹി ലതുഹ്ലികന്നാ, ഈ ഇടങ്ങേറുകളും ഈ ഫിത്നകളും അധികരിച്ചു കഴിഞ്ഞാൽ നബിയേ ഞങ്ങളെ മുരടോടുകൂടി നശിപ്പിക്കപ്പെടുമോ? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇല്ല അലാ ഇന്ന ബിഹസ്ബികും അൽ ഖത്ലാ, ഇല്ല, അങ്ങനെ മൂടോടുകൂടി നിങ്ങൾ നശിപ്പിക്കുകയില്ല. ഫിത്നകളും ഫസാദുകളും ഉണ്ടാകും, പക്ഷെ ഇടയ്ക്കിടയ്ക്ക് കൊല ഉണ്ടാകും. നബി തങ്ങൾ പറഞ്ഞ വാക്കാണ്.
കൊല ചെയ്യപ്പെടും. ഉദാഹരണത്തിന് പശുവിന്റെ പേരിൽ, കാളയുടെ പേരിൽ, എരുമയുടെ പേരിൽ കൊല്ലുന്നു. ആരെങ്കിലും ചോദിക്കണ്ട. വെറുതെ പോകുന്നവരെ കൊല്ലുന്നു, പള്ളി കിടക്കുന്നവരെ കൊല്ലുന്നു, ആരും ചോദിക്കാനില്ല. കൊല അധികരിക്കും. ബഹുമാനപ്പെട്ട സഈദ് ഇബ്നു സുബൈർ റളിയല്ലാഹു തആല എന്ന് പറയുകയാണ്, ഫറഅയ്തു ഇഖ്വാനി ഖുത്ലു. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതിന് ശേഷം ഞാൻ എന്റെ സഹോദരങ്ങളെ നോക്കിയപ്പോ അവർ വധിക്കപ്പെട്ടതായി എനിക്ക് കാണാൻ കഴിഞ്ഞുവെന്ന് മഹാനായ സഈദ് ഇബ്നു സുബൈർ റളിയല്ലാഹു തആല എന്ന് പറയുകയാണ്. അപ്പോൾ കൊല അധികരിക്കും അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു. സർവ്വസാധാരണമായി കൊല ഉണ്ടാവും. മനസ്സിലായില്ല? അതൊക്കെ ഇങ്ങനെയൊക്കെ വരുന്നതിന് മുമ്പ് നമ്മളൊക്കെ ഒന്ന് യോജിക്കും, സന്തോഷമായിട്ട് ഇബാദത്തുകളോട്ട് ബന്ധപ്പെടും. അതാണ് നമുക്ക് വേണ്ടത്. നമ്മളെ മുരടോടുകൂടി തകർക്കാതിരിക്കാനുള്ള പരിശ്രമങ്ങളുമായി മുന്നോട്ട് പോകുന്നതിന് തൗഫീഖ് തരട്ടെ. അപ്പൊ ഒന്നാമത്തെ പോയിന്റ് കദിബ്, കളവ്. അത് നന്മ നശിപ്പിച്ച് കളയും. 2 ഗീബത്ത്, ദൂഷണം പറയൽ നന്മ നശിപ്പിച്ച് കളയുമത്രേ. നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഇയ്യാകും വൽ ഗീബാ ഫഇന്നഹാ ഇദാ മുകിലാ ബിന്നാസ് ഔ കമാ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മനുഷ്യരിൽ നായ്ക്കൾ ഭക്ഷിക്കുന്ന ഭക്ഷണമാണ് ദൂഷണം പറയുക എന്നത്. ഇദാ മുകിലാ ബിന്നാസ്, മനുഷ്യരിലെ പട്ടികളുടെ ഭക്ഷണമെന്ന്. ഇത്ര വലിയ നികൃഷ്ടമായ വാക്കാ പറഞ്ഞത് അല്ലേ? നബിയുന റസൂലുള്ളാഹി പറഞ്ഞ വാക്കാണ് ദൂഷണം പറയല്ലേ. ഒരാളെ കുറിച്ച് ദൂഷണം പറയാന്ന് പറഞ്ഞാൽ ഇയ്യാകും വൽ ഗീബ ഫഇന്നൽ ഗീബത അശദ്ദു മിനസ് സിനാ. ഗീബത്ത് സൂക്ഷിക്കണേ, അത് വ്യഭിചാരത്തേക്കാൾ കഠോരമാണ്. കാരണം ഒരാൾ വ്യഭിചരിച്ചാൽ ഫഇന്ന റജുല യസ്നി വയശ്റബു സുമ്മ യതൂബു ഫയതൂബുല്ലാഹു അലൈഹി. ഒരാൾ വ്യഭിചരിച്ചു, അല്ലാഹുവിലേക്ക് പശ്ചാത്തപിച്ചു മടങ്ങി, അവന്റെ പശ്ചാത്താപം അല്ലാഹു സ്വീകരിക്കും. പക്ഷേ വഇന്ന സാഹിബൽ ഗീബ ലാ യഗ്ഫിറുല്ലാഹു ലഹു ഹത്താ യഗ്ഫറ ലഹു സാഹിബുഹു ഔ കമാ ഖാല റസൂലുള്ളാഹി. ഒരാളെ കുറിച്ച് ഗീബത്ത് പറഞ്ഞു, ഒരാളെ കുറിച്ച് ദൂഷണം പറഞ്ഞു. ദൂഷണം പറയപ്പെട്ട വ്യക്തിയുടെ അരികിലേക്ക് പോയി ആരാണോ അദ്ദേഹത്തെ കുറിച്ച് ദൂഷണം പറഞ്ഞത്, ഗീബത്ത് പറഞ്ഞത്, അവൻ പോയി അദ്ദേഹത്തോട് പൊരുത്തം വാങ്ങുന്നത് വരെ അല്ലാഹു അവന്റെ പാപം പുറത്തു കൊടുക്കുകയില്ല. അവൻ തൗബ ചെയ്താൽ പോലും ദൂഷണം പറഞ്ഞവനെ നിന്റെ പാപം അല്ലാഹു ഏറ്റെടുക്കുകയില്ല. ദൂഷണം അതാണ്. ഒരാളെ കുറിച്ച് ഗീബത്ത് പറഞ്ഞു, പോയി പൊരുത്തം ചോദ്യം. അള്ളാഹുമായിട്ട് ഇത് യാതൊരു ബന്ധമില്ല. കാരണം അള്ളാഹ് പറയും, ഇത് ഞാനുമായിട്ട് ബന്ധപ്പെട്ടല്ല. നീ വ്യഭിചരിച്ചോ, നീ തൗബ ചെയ്തു, ഞാൻ സ്വീകരിക്കാം. നീ മദ്യപിച്ചു, തൗബ ചെയ്തു, അത് ഞാൻ സ്വീകരിക്കാം. പക്ഷെ ഗീബത്ത് പറഞ്ഞത് മറ്റൊരാളുടെ പച്ചിറച്ചി എന്നാണ്, അത് എന്നെ കൊണ്ട് പൊരുത്തപ്പെടാൻ കഴിയില്ല. അത് അവനോട് പോയി പൊരുത്തം ചോദിക്കുക. നന്മ നശിച്ചു പോയില്ലേ, നന്മ നശിച്ചു പോയില്ലേ. നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ മിഅ്റാജിന്റെ രാവിലെ പോവുകയാണ്. ലൈലത്തുൻ ഉസ്രിയ ബി ഇലസ് സമാ. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, മിഅ്റാജിന്റെ രാവിലെ എന്നെ മാലാഖമാർ ആനയിച്ചുകൊണ്ട് ആകാശാരോഹണം നടത്തുകയാണ്. ഫമറർതു ബിഖൗമിൻ, ഒരു വിഭാഗത്തിന്റെ അരികിലൂടെ ഞാൻ നടന്നുപോയി. അൽഫാറുഹും മിൻ നുഹാസ്, അവരുടെ മുഖങ്ങളോ ചെമ്പുകളെ കൊണ്ടുള്ളതാണ്. യഖ്മിശൂന വുജൂഹഹും വസുദൂറഹും, ആ ചെമ്പുകളാലുള്ള മുഖങ്ങളാൽ അവരുടെ മുഖങ്ങളും അവരുടെ ശരീരമാസകങ്ങളും മുഴുവനും അവർ കീറി മുറിച്ചു കൊണ്ടിരിക്കുകയാണ്. ഫഖുൽതു ലിജിബ്രീല, ജിബ്രീലിനോട് ഞാൻ ചോദിച്ചു, മൻ ഹൗലാഇ യാ ജിബ്രീൽ, ആരാണ് ജിബ്രീലെ, ഏത് വിഭാഗക്കാരാണ് ജിബ്രീലെ? എന്നോട് ജിബ്രീൽ പറഞ്ഞു, ഹൗലാഇ മിൻ ഉമ്മത്തിക യാ മുഹമ്മദ്, മുഹമ്മദേ ഇത് അവിടുത്തെ ഉമ്മത്തികളിൽപ്പെട്ടവരാണ്. യഅകുലൂന ലുഹൂമൻ നാസ് വയഖഊന അറാദഹും ഔ കമാ ഖാല റസൂലുള്ളാഹി. ഒരു കാരണവുമില്ലാതെ മനുഷ്യന്റെ സഹോദരങ്ങളുടെ പച്ച ഇറച്ചി തിന്നവരാണ്. അന്തസ്സും അഭിമാനവുമുള്ള സഹോദരങ്ങളെ അവന്റെ അന്തസ്സിനും അഭിമാനത്തിനും കോട്ടം തട്ടുന്ന നിലയിൽ അവനെ സമൂഹത്തിന്റെ മുന്നിൽ അപമാനിച്ചവരാണ് നബിയെ, അപമാനിച്ചവരാണ് നബിയെ. അപമാനിക്കാനുള്ള ഏറ്റവും വലിയ വഴിയല്ലയോ വാട്സപ്പ്, അപമാനിക്കാനുള്ള ഏറ്റവും വലിയ വഴിയല്ലയോ ഫേസ്ബുക്ക്. ഒരു മനുഷ്യൻ അന്തസ്സോടെ അഭിമാനത്തോടെ ഈ ദുനിയാവിൽ കഴിഞ്ഞുകൂടുമ്പോ അവന്റെ രഹസ്യങ്ങൾ ഒപ്പിയെടുത്തുകൊണ്ട് അവന്റെ ഇസ്സത്തിന്, അവന്റെ അഭിമാനത്തിന് കോട്ടം തട്ടുന്ന നിലയിൽ അവനെ ആക്ഷേപിക്കുന്ന പ്രവൃത്തികളുമായി രംഗത്തേക്ക് വരുന്നവരുണ്ടല്ലോ, ഓർക്കണേ, നാളെ ആഖിറത്തിൽ നിങ്ങൾക്കുള്ള ശിക്ഷയാണ് അല്ലാഹുവിന്റെ റസൂൽ നേരിൽ കണ്ടത്. നാളെ അവരുടെ കൈകൾ കൊണ്ട്, അവരുടെ
അവരുടെ ശരീരമാസകലം മുഴുവനും അവർ കീറി മുറിച്ചു കൊണ്ടിരിക്കുകയാണ്. മറ്റൊരു ഭാഗത്തേക്ക് കൊണ്ടുപോയപ്പോ ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം കാണിച്ചു കൊടുക്കുകയാണ്. ഒരു വിഭാഗം ആളുകൾ അവരുടെ കയ്യിൽ കത്തിയിരിക്കുകയാണ്. ആ കത്തി കൊണ്ട് അവരുടെ രണ്ട് പാർശ്വങ്ങളിൽ നിന്ന് അവരുടെ ശരീരമാസകലം അവരുടെ ശരീരഭാഗത്ത് നിന്ന് അവർ സ്വന്തമായി സ്വമേധയാ അവരുടെ കത്തി കൊണ്ട് അവർ മാംസം മുറിച്ചെടുക്കുകയാണ്. പിന്നീട് അവർ കഴിക്കുകയാണ്. ജിബ്രീലിനോട് ഞാൻ ചോദിച്ചു, ആരാണ് ജിബ്രീൽ ഈ കൂട്ടരെന്ന് ഞാൻ ചോദിച്ചപ്പോ ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറയുകയാണ്, ഹൗലാഇ മിൻ ഉമ്മത്തിക, നബിയെ അവിടുത്തെ സമുദായത്തിൽപ്പെട്ടവരാണ്. അൽ ഹമ്മാസൂൻ അൽ ലമ്മാസൂൻ, നാവ് കൊണ്ടും കണ്ണുകൊണ്ടും കോഷ്ടി കാണിക്കുന്നവരാണ്. ഒരാളെ ആക്ഷേപിക്കാൻ വേണ്ടി, ഒരാളെ കളിയാക്കാൻ വേണ്ടി, പരിഹസിക്കാൻ വേണ്ടി അവൻ ആക്ഷേപിക്കുന്നു. അവൻ സൂചന കൊണ്ട്, സിഗ്നലിലൂടെ, നാവ് കൊണ്ട് അവനെ കോഷ്ടി കാണിച്ച് ഒരാളെ പരിഹസിച്ചാൽ അവന്റെ ശരീരം തന്നെ ഷവർമ അരിഞ്ഞു തിന്നുന്നത് പോലെ അവന്റെ കയ്യിൽ നാളെ മലക്കുകൾ കത്തി കൊടുത്തിട്ട് പറയുകയാണ്, കുലൂ മാ കുന്തും തഅകുലൂന മിൻ ലുഹൂമി ഇഖ്വാനികും, നിങ്ങൾ നിങ്ങളുടെ സഹോദരങ്ങളുടെ പച്ച ഇറച്ചി ദുനിയാവിൽ വെച്ച് തിന്നവരല്ലേ, തിന്നടാ 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 എന്ന് ആക്രോശ ഭാഷയിൽ മാലാകമാർ അവനോട് പറയുന്നത് അല്ലാഹുവിന്റെ റസൂൽ കണ്ടുവന്ന നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഷവർമൊക്കെ അരിഞ്ഞരിഞ്ഞ് തിന്നുമ്പോ ഓർക്കണം, ഷവർമൊക്കെ തിന്നുകൊണ്ട് നമ്മൾ വിത്തന പറയും. രണ്ട് ഷവർമാട്ടെ, 3 ഷവർമാട്ടെ. അപ്പൊ ആ ഷവർമ തിന്നുന്നതിന് മുമ്പ് അത് അരിയുന്നത് എങ്ങനെയാണെന്നൂടെ കാണണം. അപ്പൊ അറിയാലോ, ഇങ്ങനെ വലിയ വലിയ കത്തി കൊണ്ട് ആ കോഴിയുടെ 2-3 സൈഡ്, 2 പാർശ്വങ്ങളിൽ അരിഞ്ഞരിഞ്ഞെടുത്ത് തിന്നുന്നത് പോലെ നിന്റെ 2 പാർശ്വങ്ങളെ നാളെ നരകത്തിൽ കിടന്ന് ഇങ്ങനെ അരിഞ്ഞിട്ട് അതിങ്ങനെ തിന്നുകൊണ്ടേയിരിക്കും. അല്ലാഹു അക്ബർ. കുല്ലമാ നവജത് ജുലൂദുഹും ബദൽനാഹും ജുലൂദാ ഗൈറഹാ ലിയദൂഖുൽ അദാബ്. ശരീരമാസകലത്തിന്റെ ഓരോ അവയവങ്ങൾ തകർന്നാലും നശിച്ചാലും കത്തിച്ചാമ്പലായാലും ആ ശരീരത്തിന്റെ ചർമ്മങ്ങൾ തീർന്നു പോയാലും അള്ളാഹു വീണ്ടും പുതുതായി ഉടൻ തന്നെ ചർമ്മം നൽകുകയാണ്. ഇപ്പോഴേക്ക് തന്നെ ചാവുന്നില്ലല്ലോ, അതാണ് അള്ളാഹുവിന്റെ തർത്തീബ്. ചാവുന്നില്ല, പിന്നെയും പിന്നെയും ലിയദൂഖുൽ അദാബ്, ശിക്ഷ വീണ്ടും കൂടാൻ വേണ്ടി, രുചിക്കാൻ വേണ്ടി, അനുഭവിക്കാൻ വേണ്ടി. അനുഭവിക്ക്. നാട്ടുകാരുടെ പനായും ഭിത്തിനായും ഗീബത്തും നമീമത്തും നടങ്ങുന്നവനല്ലേ, നിന്റെ നോമ്പ് തന്നെ ഫസാദാണ്. റമദാൻ മാസത്തിൽ നോമ്പ് പിടിച്ചോണ്ട് ഇഷ്ടംപോലെ സമയം കിട്ടും. എന്നിട്ടൊരു മുൻകൂർ ജാമ്യം എടുക്കും. ഞാൻ ഭിത്തിന പറയല്ല, ആ മൊയ്ലിയാർ കാണിക്കുന്നത് ശരിയാണോ, നീ ഒന്ന് നോക്കളിയാ, അയാൾ കാണിക്കുന്നത് ശരിയാണോ. ഞാൻ ഭിത്തിനൊന്നും പറയല്ല, ഇയാളെ മുൻകൂർ ജാമ്യം, ഭിത്തിന പറയല്ല എന്ന് മുൻകൂർ ജാമ്യം എടുത്തിട്ട് ഭിത്തിന പറയാൻ. ഉലമാക്കൾ പറഞ്ഞു ഭിത്തിന ഗീബത്ത് എന്നൊക്കെ പറഞ്ഞാൽ എന്താന്ന് പറഞ്ഞാല്, ഇതാ ആ ഒരു ഷാളിട്ടൊരു മുസ്ലിയാർ പോകുന്നു, സാധാരണഗതിയിൽ ഒരു ഷാളിട്ടൊരു മുസ്ലിയാർ പോകുന്നു എന്ന് പറഞ്ഞാൽ അത് തന്നെ ഭിത്തിനാണെന്നാ പറഞ്ഞു. അത് തന്നെ ഭിത്തിനാണെന്നാ, അതുള്ളതല്ലേ? സഹാബാക്കളോട് ചോദിച്ചു, ഉള്ളതല്ലേ നബിയെ? ഉള്ളത് പറയലാണ് ഗീബത്ത്, ഇല്ലാത്തത് പറയല് തുഹുമത്ത്, അപരാധാണ്. ഇതിനേക്കാൾ ഇടി വേറെയാണ്. ഉള്ളത് പറയല് എന്ന് പറഞ്ഞാൽ അതുപോലും പറയേണ്ടതർത്ഥം.